രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവെക്കും. ബീഹാറിന്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്ത നേതാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ പുകഴ്ത്തി. ബീഹാറിൽ വലിയ രാഷ്ട്രീയ മാറ്റമാണ് സംഭവിക്കുന്നത്. 2005 മുഖ്യമന്ത്രിയായി ആരംഭിച്ച യാത്രയ്ക്ക് തിരശ്ശീലയിട്ട് നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് തട്ടകം മാറ്റുന്നു. മാർച്ച് 16 രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് കുമാർ जो राज्यसभा का सदस्य निर्वाचित हुआ हूं, सत्यनिष्ठा से प्रतिज्ञा करता हूं. ബീഹാറിന്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്ത നേതാവ് എന്നാണ് നിതീഷിനെ പ്രധാനമന്ത്രി പുകഴ്ത്തിയത്. ഏപ്രിൽ 14 അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. അന്നു തന്നെ NDA പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരി ഏപ്രിൽ 15 ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. നിതീഷ് കുമാറിന് പകരം ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച മകൻ നിഷാന്ത് കുമാറിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.